ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് മിനി പ്രോൺ സ്പ്രിംഗ് റോൾസ്. അപ്പോൾ ഇത് എയർ ഫ്രൈയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 3 ഗാർലിക് എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് സൈസ് വരുന്ന ജിഞ്ചർ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സൈസ് വരുന്ന ഒണിയൻ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക, ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാനൊരു 4-5 തണ്ട് കൊറിയാൻഡർ ലീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഗാർലിക്കും ജിഞ്ചറും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം, വേറെ എക്സ്ട്രാ വെജീസ് വേണമെങ്കിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ മോൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അവൾ ഇതൊക്കെ ആക്കി കഴിഞ്ഞ് കഴിക്കാത്തതുകൊണ്ട് ഞാനിത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ജിഞ്ചറും ഗാർലിക്കും ഒന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒണിയൻസിൻ്റെ ആ പിങ്ക് കളർ മാറിയിട്ട് വൈറ്റ് ഷെയ്ഡ് ആകുന്നവരെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. നല്ലോണം ഒന്നും വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ്, ഞാൻ 1 കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്തില്ല, അപ്പോൾ ഒരു കുത്തുണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പം സാധാരണ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് സോട്ടേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പം പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് ബട്ടർ ആഡ് ചെയ്യുന്ന അതും ആഡ് ചെയ്യുക കേട്ടോ. ഇനി അതിൽ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഓൾമോസ്റ്റ് എൻ്റെ പ്രോൺസൊക്കെ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ആ വെള്ളം കൊണ്ട് തന്നെ, എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട, ആ വെള്ളം കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് അത് കുക്കായി വരും. ഇനി നല്ലോണം തടിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സർ ജാറിലോ അല്ലെങ്കിൽ ഒരു ക്രഷറിലോ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം പേസ്റ്റാക്കി എടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാനേ പാടുള്ളൂ. 2 to 3 ടൈംസ് പൾസ് ചെയ്തെടുക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കൊറിയാൻഡർ ലീവ്സും എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഓക്കെ എടുക്കുക. ഇനി ഞാനിതൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇത് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ സ്വിറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾസാണ് എടുത്തത്. അപ്പോൾ ഇത് എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്, നാട്ടിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിലാണെന്ന് ശ്രദ്ധിക്കുക. ഇത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 3-4 മണിക്കൂർ മുന്നേ ഇത് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഷീറ്റ് നമ്മളിങ്ങനെ വേർതിരിച്ച് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ റൂം ടെമ്പറേച്ചറിലാകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എടുക്കുമ്പം ഈ ഒരു സൈഡ് മാത്രമേ വന്നിട്ടുള്ളൂ, അത് വലിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി, സോറി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഷീറ്റ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1 ഷീറ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫില്ലിങ്ങിനനുസരിച്ച് നിങ്ങൾ ഷീറ്റിൻ്റെ അളവ് കൂട്ടിക്കോളും. അപ്പോൾ ഞാനിങ്ങനെ 2 ഷീറ്റ് വെച്ച് അതിൻ്റെ മേലെ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഗം രീതിയിലാക്കിയെടുക്കുക. എന്നിട്ട് ഇത് റോൾ ചെയ്തിട്ട് സൈഡിൽ എഡ്ജസ് ഒന്ന് പരട്ടിയിട്ട് ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റിക്കായി കിട്ടും. ഇനി ഇത് നമുക്ക് കണ്ടെയ്നറിൽ നല്ലോണം അടച്ച് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം ഫ്രീസറിൽ. ആവശ്യമുള്ള സമയം പുറത്ത് ഒരു 2-3 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ റൂം ടെമ്പറേച്ചറിലായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഡയറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എയർ ഫ്രയറിൽ വെക്കുക, അതിലേക്ക് നിങ്ങൾക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഗ് വാഷ് ചെയ്യാം. എഗ്ഗ് കുറച്ചൊന്ന് ബീറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മേലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എയർ ഫ്രയറിൽ എനിക്ക് സമൂസയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇതാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 12 മിനിറ്റ്സ് 180 to 190 ഡിഗ്രിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള സ്പ്രിംഗ് റോൾസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് തന്നെ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഭയങ്കര ക്രിസ്പിയാണ്. അപ്പോൾ ഇത് കടിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് കറമുറാന്നിരിക്കും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം, അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ സ്നാക്ക് ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ നിങ്ങൾക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് ബൈ, കുക്ക് വിത്ത് ലവ്.